അധ്വാനത്തിന്റെ ഫലം. റിംജിം പറവ താറാവിനൊപ്പം കളിച്ചുകൊണ്ടിരുന്നു. അപ്പോ ഒരു താറാവ് അവളെ കളിയാക്കാൻ തുടങ്ങി. റിംജിം, നിനക്ക് കാറ്റിൽ പറക്കാൻ കഴിയും, അതുപോലെ തറയിൽ നടക്കാനും കഴിയും, പക്ഷെ ഞങ്ങളെപ്പോലെ നദിയിൽ നീന്താൻ കഴിയില്ല. ഇല്ല, എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ കഴിയും. കഠിനമായി പ്രയത്നിച്ചാൽ എന്തും നടക്കും. ഓഹോ, അങ്ങനെയാണോ? നിന്റെ കഠിന പ്രയത്നത്തിൽ അത്ര വിശ്വാസമുണ്ടെങ്കിൽ വാ, ഞങ്ങളെപ്പോലെ നീന്തി കാണിക്ക്. നീ നോക്കിക്കോ, ഒരു ദിവസം വെള്ളത്തിൽ തീർച്ചയായും ഞാൻ നീന്തി കാണിക്കും. അങ്ങനെ പറഞ്ഞ് റിംജിം അവിടുന്ന് പോയി. അതിനെക്കുറിച്ച് ചിന്തിച്ച് അവൾ വിഷമിച്ച് മരത്തിന്റെ ചില്ലയിലിരിക്കുമ്പോൾ ചുൻമുൻ അവിടേക്ക് വന്നു. റിംജിം, എന്തു പറ്റി നിനക്ക്? എന്താ നീ ഇത്ര വിഷമിച്ചിരിക്കുന്നത്? ഞാൻ എന്താ ചിന്തിക്കുന്നെങ്കിൽ ഈ കാട്ടിലുള്ള ചില പറവകൾക്ക് ഒരുപാട് അഹങ്കാരം കൂടിയല്ലേ? പക്ഷേ നീ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? ആറ്റിൻകരയിൽ കുറച്ച് താറാവുകളില്ലേ? അതിൽ ജിൽമിൽ എന്നൊരു താറാവില്ലേ? അതിൽ എന്നെ നോക്കി ഒരുപാട് കളിയാക്കി. അതെന്തു പറഞ്ഞു? അത് പറഞ്ഞു എനിക്ക് വെള്ളത്തിൽ നീന്താൻ കഴിയില്ലെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു കഷ്ടപ്പെട്ട് പ്രയത്നിച്ച എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന്. എന്നെങ്കിലും ഒരു ദിവസം ഞാൻ വെള്ളത്തിൽ നീന്തി കാണിക്കുമെന്ന് പറഞ്ഞിട്ട് വന്നു. പക്ഷെ അവൾ എന്തിനാ പറഞ്ഞേ? എന്തെന്ന് നമുക്ക് ആകാശത്ത് പറക്കാൻ കഴിയും, തറയിൽ നടക്കാൻ കഴിയും, നമുക്ക് വെള്ളത്തിൽ നീന്താനേ കഴിയില്ല. നീ പറഞ്ഞിട്ട് വന്നത് തീർച്ചയായും ചെയ്ത് കാണിക്കുക തന്നെ വേണം. അല്ലെങ്കിൽ ഇവിടെ നോക്ക്, അവൾ നമ്മുടെ പക്ഷീനത്തെ വിലവെക്കില്ല. അങ്ങനെയെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യണം? എനിക്ക് നന്നായി അറിയാം. ഈ കാട്ടിൽ കൂടുതൽ വേഗതയുള്ളത് ആർക്കെന്ന് ചോദിച്ചാൽ അത് കൊക്ക് മാത്രമാണ്. നമുക്ക് അതിനോട് ചെന്ന് സഹായം ചോദിക്കാം. അദ്ദേഹം തീർച്ചയായും നമ്മളെ സഹായിക്കും. പക്ഷെ കൊക്ക് ഇപ്പോ എവിടെ കിട്ടും? എനിക്കറിയാം. നീ മിണ്ടാതെ എന്റെ ഒപ്പം ഒരു സ്ഥലത്തേക്ക് വാ. തീർച്ചയായും കൊക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ഐഡിയ തീർച്ചയായും തരും. റിംജിം ചുൻമുനിന്റെ ഒപ്പം ആ കൊക്കിനെ കാണാനായി വന്നു. കൊക്കുചേട്ടാ, കൊക്കുചേട്ടാ, ഞങ്ങൾക്കൊരു ചോദ്യമുണ്ട്. ഓ, പറയൂ, എന്താണ്? ചേട്ടാ, നമ്മുടെ പക്ഷീനത്തിൽ ആർക്കും വെള്ളത്തിൽ നീന്താൻ കഴിയില്ലേ? എന്തുകൊണ്ട് പറ്റില്ല? പരിശ്രമിച്ചാൽ എന്തു വേണമെങ്കിലും നേടാം. അപ്പൊ റിംജിം പറഞ്ഞു, ചേട്ടാ, ഞങ്ങൾക്ക് വെള്ളത്തിൽ നീന്താൻ ഒരുപാട് ആഗ്രഹമാകുന്നു. അതിന് കൊക്ക് ചിരിച്ചു. ഇതിനെക്കുറിച്ച് ചിന്തിച്ചാണോ നിങ്ങൾ ഇത്രയും വിഷമിക്കുന്നത്? നിങ്ങളിപ്പോൾ എന്റെ അടുത്ത് എത്തിയില്ലേ? ഞാൻ ഉറപ്പായും നിങ്ങളെ സഹായിക്കാം. റിംജിം ചുൻമുൻ ഒരുപാട് സന്തോഷിച്ചു. പിന്നെ അവർ പറഞ്ഞു, ചേട്ടാ, ഞങ്ങൾക്കും അപ്പ വെള്ളത്തിൽ നീന്താൻ പറ്റുമോ? അതെ അതെ, നിങ്ങൾക്കും നീന്താൻ സാധിക്കും. എന്നാൽ അതിനുവേണ്ടി നിങ്ങൾ കുറച്ച് അധ്വാനിക്കണം. അതിനുവേണ്ടി നിങ്ങൾ തയ്യാറാണോ? ആ ചേട്ടാ, തീർച്ചയായും. നിങ്ങൾ എന്ത് പറഞ്ഞാലും ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. അപ്പോ കൊക്ക് അതിന്റെ കാലുകൊണ്ട് റിംജിമിനെ പിടിച്ച് എടുത്തുകൊണ്ട് പോയി. അതിനെ വെള്ളത്തിൽ മുക്കി. കുറച്ചു നേരം കഴിഞ്ഞ് പുറത്തേക്ക് എടുത്തു. അയ്യോ ചേട്ടാ, നിങ്ങൾ എന്ത് ചെയ്യാ? എനിക്ക് ശ്വാസം വിടാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ശ്വാസം അങ്ങനെ വലിച്ചു പിടിച്ചു വെച്ചു. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. വെള്ളത്തിൽ എങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ശ്വാസം പിടിച്ചു വെക്കുന്നുവെന്ന്. നിങ്ങൾ നാളെ എന്റെ അടുത്തേക്ക് വരൂ. ഇന്ന് രാത്രി മുഴുവനും നിങ്ങൾ പരിശീലിക്കണം. ശരി കൊക്ക് ചേട്ടാ, നിങ്ങൾ പറഞ്ഞ പോലെ ചെയ്യാം. അത് കഴിഞ്ഞ് അവർ രണ്ടുപേരും അവിടുന്ന് പറന്നുപോയി. അടുത്ത ദിവസം റിംജിം കൊക്കിന്റെ അടുത്തേക്ക് വന്നു. ചേട്ടാ, ഞാൻ വന്നു. ഇപ്പൊ എനിക്ക് നിങ്ങൾ പഠിപ്പിച്ചു തരൂ. നോക്കു റിംജിം, നീ ഇപ്പോൾ ഒരു കാര്യം ചെയ്തേ പറ്റൂ. ഞാൻ എന്ത് പണി ചെയ്യണം ചേട്ടാ, പറയൂ. നദിയുടെ അടുത്തായി ഒരു മാവ് നിൽപ്പില്ലേ? നദിക്ക് മുകളിലായി അതിന്റെ ഒരു ശിഖരം നിൽപ്പുണ്ട്. അതിൽ ഒരു മാമ്പഴവും നിൽപ്പുണ്ട്. അത് കാലുകൊണ്ട് പൊക്കി നീ എന്റെ അടുത്തേക്ക് കൊണ്ടുവരണം. ഇതെനിക്ക് വളരെ എളുപ്പമായ പണി. ഞാൻ ഇപ്പൊ തന്നെ ചെയ്യാം. അങ്ങനെ പറഞ്ഞ റിംജിം ആ സ്ഥലത്തേക്ക് പോയി. ആ നദിക്കടുത്ത് ചെന്ന്, ആഹാ, ഈ മരമാണോ? ആ മരം. ഇല്ല ഇല്ല, ഈ മരം. അയ്യോ, ഏത് മരം ഇത്? ഇതോ ഈ മരം. ഞാൻ ശരിയായ മരത്തിനടുത്താണ് വന്നത്. ഇപ്പൊ ഈ മാമ്പഴം പിടിച്ചു കൊണ്ടുപോകണം, അത്ര തന്നെ. അങ്ങനെ പറഞ്ഞ് ആ മാമ്പഴം അതിന്റെ കാലുകൊണ്ട് പിടിച്ചു. അപ്പൊ ആ മാമ്പഴത്തിന്റെ കാല് ഒട്ടി. ആ മാമ്പഴത്തിന്റെ വെയിറ്റ് കൂടുതലായതുകൊണ്ട് അത് വെള്ളത്തിലേക്ക് അങ്ങനെ വീഴാൻ പോയി. അതോടൊപ്പം ഇപ്പൊ റിംജിമും വെള്ളത്തിനകത്തേക്ക് പോയി. അവൾ വെള്ളത്തിന്റെ ആഴത്തിലേക്ക് തന്നെ ചെന്നു. അത് വെള്ളത്തിനുള്ളിൽ പോയി തന്റെ ശ്വാസം പിടിച്ചു വെച്ച്
ഒരുപാട് കഷ്ടപ്പെട്ട് ചിറക് ആട്ടിയാട്ടി ഒരുപാട് കഷ്ടപ്പെട്ട് കുറച്ചു സമയത്തിൽ മുകളിൽ വന്നു. അതങ്ങനെ മുകളിൽ വന്നതും കൊക്ക് അതിന്റെ കാലുകൊണ്ട് പിടിച്ചതിനെ പുറത്തേക്ക് കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് കാലും അത് മാമ്പഴവും വേർതിരിച്ചെടുത്തു. ചേട്ടാ, ഞാൻ മാമ്പഴം പറിച്ചപ്പോൾ അതിൽ ആരാണ് ഗം ഒട്ടിച്ചത് എന്ന് എനിക്കറിയില്ല. എന്റെ കാലതിലൊട്ടിപ്പോയി. റിംജിം, അത് ഞാൻ വെച്ചതല്ല. നീ വെള്ളത്തിൽ മുങ്ങിപ്പോകുമ്പോൾ നിന്റെ ചിറകുകൾ നീ വേഗത്തിൽ അടിക്കണം. കാരണം നീന്താനായി നമ്മുടെ ചിറകുകൾ നമ്മൾ വേഗത്തിൽ അടിക്കണം, പറക്കുന്നതിനേക്കാൾ വേഗത്തിൽ. ഇപ്പോൾ കണ്ടോ, ഇത്രയും ഭാരം നീ ഇവിടേക്ക് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നു. ആഹാ, അതെ ചേട്ടാ, എനിക്കതിന്റെ ഓർമ്മ പോലും വന്നില്ല. ഞാൻ ശരിക്കും വെള്ളത്തിൽ നിന്ന് മുകളിൽ വന്നു. അങ്ങനെയെങ്കിൽ എനിക്കിപ്പോ നീന്തലും വന്നോ? അതെ, നിനക്കിപ്പോൾ നീന്താവുന്നതാണ്. ഞാൻ ഒരു തവണ വീണ്ടും ചെയ്തു നോക്കട്ടെ? ആ, ചെയ്തു നോക്ക്. അത് കഴിഞ്ഞ് റിംജിം നദിയിലിറങ്ങി. ചില സമയത്ത് മലർന്നു കിടന്ന്, ചില സമയത്ത് അങ്ങനെ നേരെ ചെന്ന്. അങ്ങനെ അത് നദിയിൽ നീന്തുന്നത് കണ്ട് ആ താറാവ് പറഞ്ഞു, റിംജിം ശരിക്കും കഠിനപ്രയത്നി തന്നെ. അതിനെ കൊണ്ട് പറ്റില്ല എന്നുള്ളത് തീർച്ചയായും യാതൊന്നുമല്ല. അപ്പ കൊക്ക് പറഞ്ഞു, പരിശ്രമിച്ച് അധ്വാനിച്ചാൽ നമുക്ക് എന്ത് വേണമെങ്കിലും ആകാം. അത് റിംജിം തെളിയിച്ചിരിക്കുന്നു.